RCB തവണ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ദിനേശ് കാർത്തികിന് പകരം അവർക്ക് ഒരു കീപ്പറെ ആവശ്യമാണ്. ഇപ്പോഴിതാ ജിതേഷ് ശർമ്മയെ RCB സ്വന്തമാക്കിയിരിക്കുകയാണ്. 11 കോടി കൊടുത്താണ് ജിതേഷിനെ RCB വാങ്ങിച്ചിരിക്കുന്നത്. ഇഷാനെ ലേലത്തിൽ വന്നപ്പോൾ മുംബൈ ടീം വാങ്ങിച്ചിട്ടില്ല. മറ്റൊരു ടീമാണ് ഇഷാനെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ IPL-ൽ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോണി ബെയർസ്റ്റോ അൺസോൾഡ് ആയിരിക്കുകയാണ്. അതുപോലെ സാൾട്ടിന് വേണ്ടി ഒരുപാട് ടീമുകൾ രംഗത്ത് വന്നു. ഒടുവിൽ RCB ആണ് 11 കോടി 50 ലക്ഷത്തിന് സാൾട്ടിനെ വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം സാൾട്ട് ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. പല റെക്കോർഡുകളും സാൾട്ട് തിരുത്തി കുറിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ RCB വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം RCBയുടെ ഓപ്പണർ സാൾട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ താരം ഗുർബാസിനെ കൊൽക്കത്ത വാങ്ങിച്ചിരിക്കുകയാണ്. 2 കോടിക്കാണ് ഗുർബാസിനെ കൊൽക്കത്ത വാങ്ങിയിരിക്കുന്നത്. പിന്നീട് വന്നത് ഇഷാൻ കിഷനായിരുന്നു. ഇഷാന് വേണ്ടി ആരും തന്നെ ആദ്യം രംഗത്ത് വന്നില്ല. 2 കോടി ബേസ് പ്രൈസിലാണ് ഇഷാൻ വന്നത്. 2 കോടിക്ക് മുംബൈ ഇന്ത്യൻസ് ഇഷാനെ വിളിച്ചു. ഇതിനുശേഷം പഞ്ചാബ്, ഹൈദരാബാദ്, ഡൽഹി ടീമുകൾ ഇഷാന് വേണ്ടി അടിയായി. ലാസ്റ്റ് ഇഷാനെ സ്വന്തമാക്കിയത് ഹൈദരാബാദാണ് 11 കോടി 25 ലക്ഷത്തിന്. അങ്ങനെ ഇഷാൻ കിഷൻ മുംബൈ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇഷാൻ മുംബൈ ടീമിൽ കളിക്കില്ല. പുതിയ ടീമിലേക്ക് ഇഷാൻ ചേക്കേറി. SRHന്റെ കീപ്പർ ഇഷാൻ കിഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇതുവരെ മുംബൈ ടീം ഒരു കീപ്പറെയോ ഒരു താരത്തെയോ വാങ്ങിച്ചിട്ടില്ല. IPL-ന്റെ പകുതി ലേലം അവസാനിക്കാറായി. ഒരുവിധം നല്ല താരങ്ങളെല്ലാം അവസാനിച്ചു. എന്നിട്ടും മുംബൈ ഇന്ത്യൻസ് അടങ്ങിയിരിക്കുകയാണ്. അവരെ ലക്ഷ്യം വെച്ച താരങ്ങളെ മാത്രമേ അവർ വാങ്ങുകയുള്ളൂ. ഒരു പക്ഷേ യുവതാരങ്ങളെ വാങ്ങാനായിരിക്കും മുംബൈയുടെ പദ്ധതി. അതേസമയം അശ്വിനെ CSK വാങ്ങിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ വലിയ താരങ്ങളെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അവരെ ലക്ഷ്യം വെച്ച താരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും IPL ലേലം തകർത്തടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 10:30 വരെ ലേലമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.